ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൈക്കോളജിയിലുള്ള ഒരു 2 വേർഡ്സിനെ കുറിച്ച് പറയാനാണ് വന്നത്. ഒന്ന് ഗോളം എഫക്റ്റും ഒന്ന് പിഗ്മാലിയൻ എഫക്റ്റും. ഇതിൽ ഗോളം എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേന് ഒരു ലോ എക്സ്പെക്റ്റേഷൻ വെക്കും. അപ്പോൾ ആ കുട്ടിക്ക് ഇന്നത് ചെയ്യാൻ കഴിയില്ല. ഇതിപ്പം മെയിനായിട്ടും വരുന്നത് ടീച്ചേഴ്സ്, പാരൻസ്, ജോലി സ്ഥലങ്ങളിൽ വരും. അതുപോലെ തന്നെ കായിക രംഗത്തും വരും. ഇവനിത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇവയ്ക്കത് ചെയ്യാൻ കഴിയില്ല, അവൾ പഠിക്കാൻ മിടുക്കല്ല, അല്ലെങ്കിൽ അവൻ പഠിക്കാൻ മിടുക്കനല്ല, അവനത് കഴിയില്ല. പക്ഷേ ഇത് കഴിയുന്ന കാര്യമായിരിക്കും അവർക്ക്. പക്ഷേ അവർക്ക് ലോ എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നു. അത് കാരണം അവരുടെ മൈൻഡും ആ ഒരു ലെവലിലേക്ക് വരുന്നു. ഇതാ ഈ ഗോളം എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കാര്യമാണ് പിഗ്മാലിയൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് എക്സ്പെക്റ്റേഷൻസൊക്കെ ഹൈ ആയിട്ട് വെക്കുന്നു, അവർക്ക് കൂടുതൽ പ്രോത്സാഹനങ്ങൾ നൽകുന്നു. അവരത് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേന്, അല്ലെങ്കിൽ അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ നമ്മൾ വെക്കുന്നു എന്നറിയുമ്പോഴത്തേന് അത് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ആളുകൾക്ക് വളരെ നല്ലതായിരിക്കും. ഇത് നിങ്ങൾക്കും എവിടെയെങ്കിലും ഫാമിലിയിലോ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലോ എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണോ, അതായത് ഗോളം എഫക്റ്റ് ആണോ പിഗ്മാലിയൻ എഫക്റ്റ് ആണോ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക.